ഞങ്ങൾ ആദ്യം കോള് വിളിച്ചിട്ടാണ് സംസാരിച്ചുകൊണ്ടിരുന്നേ. അപ്പം വീഡിയോ കോൾ വരാൻ പറ്റുമോ ചോദിച്ചു. അപ്പോൾ പിന്നെ അന്ന് പിറ്റേന്ന് ദിവസം എനിക്ക് കോഴിക്കോട് വരെ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞു അവിടുന്ന് കാണാമെന്ന് പറഞ്ഞു. അങ്ങനെ പോയി കണ്ടു. ബ്രൈഡൽ ലുക്കിൽ വാവ് എന്നൊന്നല്ല, ബട്ട് ജെന്യൂൻലി പറയുകയാണെങ്കിൽ നല്ല രസമുണ്ടായിരുന്നു. അവൾ ഈ അണിഞ്ഞൊരുങ്ങി എന്താ പറയുക, നല്ല പൊതുവെ നമ്മൾ കാണുന്ന പല മേക്കപ്പുകളും ഭയങ്കര ഓവറായിട്ട് തോന്നാറുണ്ട്. പക്ഷെ ഇവളുടെ ഒരു അണിഞ്ഞൊരുങ്ങി വരുന്ന ആ ഒരു കണ്ടപ്പം ജെന്യൂൻലി നല്ലൊരു രസമായിട്ട് നമ്മളെന്താ നാച്ചുറലി ഫീൽ ചെയ്യുന്നൊരു മേക്കപ്പ് ഔട്ട്ലുക്ക് ആയിട്ട് എനിക്ക് തോന്നി. സോ ഭയങ്കര അധിക ക്ഷമയുള്ള ആവുന്നില്ല. വിഷ്ണു എന്ന് പറയാൻ തീരെ താല്പര്യമില്ല. ഞങ്ങൾക്ക് വിഷ്ണു അല്ല, ഇവർക്ക് വിഷ്ണുവായിട്ടായിരിക്കും, ഇവർക്ക് വിഷ്ണു ആയിരിക്കും. പക്ഷെ ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്വന്തം ശാന്തമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഹോസ്റ്റൽ ലൈഫിൽ ഞങ്ങളുടെ റൂം, ഞങ്ങളുടെ 220, 420, 220, 218 എല്ലാ റൂമും അടിച്ചു വാരി ക്ലീൻ ആക്കി ഇടുന്ന ഏറ്റവും നല്ലൊരു സ്നേഹപ്പെട്ട വ്യക്തിയായിരുന്നു ശാന്ത. പിന്നെ ബൈയൊക്കെ പറഞ്ഞ് ട്രെയിൻ കയറി പോകുന്ന സമയത്ത് ഒരു സംഭവം തോന്നി. അപ്പം ഫസ്റ്റ് മെസ്സേജ് അയക്കണം ഞാനാണ്. ഫസ്റ്റ് എവിടെ എത്തി ചോദിച്ചിട്ടാണ് മെസ്സേജ് അയച്ചത്. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞേക്കണം ചായ കുടിക്കാൻ പോണേന്ന്. ആ പോണ വഴിക്ക് പിന്നെ ഒരു പെൺകുട്ടീനെ കാണാൻ പോയത് പറഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ അത് കഴിഞ്ഞ് വീണ്ടും ഒന്ന് കണ്ടു എന്ന് പറഞ്ഞു. അപ്പം ഇതൊക്കെ പറയുന്നത് കുറേ കഴിഞ്ഞിട്ടാണ്. എല്ലാം സെറ്റായി നമ്മൾ ഏകദേശം വിട്ടാറ് ഫിക്സ് ആക്കാനാവുന്ന സമയത്താണ് ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടായി. അനുവേശിക്കും വിഷ്ണുവേട്ടനും ഞങ്ങളുടെ എല്ലാവിധ ഹാപ്പി മാരീഡ്. വിഷ്ണുവിനെ ഞാൻ കാണുന്നൊരു 3.5 വർഷത്തിന് മുന്നേ ആയിട്ട് ലണ്ടനിൽ വെച്ചിട്ടായിരുന്നു ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ ക്ലാസ്മേറ്റ്സ് ആയിരുന്നു. വിഷ്ണുവേട്ടൻ സൂപ്പറാണ്, പൊളിയാണ്, നല്ലൊരു കുടുംബിനിയാണ് വിഷ്ണുവേട്ടൻ. ഇവൻ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ സ്വന്തം വിഷ്ണുവിനും ആമി മോൾക്കും ഒരു അടിപൊളി ഹാപ്പി മാരീഡ് ലൈഫ്.